ഹായ് ഫ്രണ്ട്സ്, അശ്വസ് വെറൈറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും പൊടിമാസുമാണ്. ഉണ്ടാക്കാൻ കേട്ടോ. ചൂടുവെള്ളം ഉപ്പും കൂടെ ഇട്ടിട്ട് ഗോതമ്പ് മാവ് നന്നായിട്ട് കുഴച്ച് അരമണിക്കൂർ വച്ചിരുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഓരോ ഉരുള ഇതുപോലെ കുഞ്ഞായിട്ട് ഉരുട്ടിയിട്ട് പരത്തും. അങ്ങനെ നമ്മളിത് പൂരിയുടെ മാവെല്ലാം ഇതുപോലെ ചെറുതായിട്ട് പരത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ കുഞ്ഞായിട്ട് പരത്തി വെച്ചു. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിങ്ങനെ പൂരിക്ക് പരത്തി വെച്ച മാവ് ഇട്ട് കൊടുത്ത് ഒന്ന് മറിച്ച് വിട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ തോർത്തിയിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തത് നമുക്കതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് എണ്ണ ഒഴിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ എണ്ണ ഒഴിച്ചാണ് വറുക്കാനുള്ളത്. എന്നാലും നമ്മുടെ പൂരി നല്ല പൊള്ളി വരണുണ്ട്, കണ്ടോ. ഇത് നമുക്കിതുപോലെ എണ്ണ തോർത്തിയിട്ട് എടുക്കാം. എന്താ അടുത്തത് ഇതുപോലെ നല്ല പപ്പടം പോലെ പൊള്ളി വന്നിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്ക് എണ്ണ തോർത്തി എല്ലാം നമ്മളിതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിമാസ് ഉണ്ടാക്കാം. പൊടിമാസിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ച് കൊടുക്കാം.
ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. ലേശം കൂടെ ഒഴിക്കാം. ഇത്രയും മതിയാവും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വളരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ച സവാളയാണ്. ഒരു 1/4 ഭാഗം മതി. ഒരു സവാളയുടെ 1/4 ഭാഗം എടുത്ത് അരിഞ്ഞ് വെച്ചാൽ മതി. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കാം. കുറച്ച് നിറം മാറുന്നത് വരെ, ചെറിയ ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ലേശം കൂടെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് നമുക്കിതിലോട്ട് ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് തട്ടി കൊടുക്കാം. ഇപ്പോൾ ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടി ഇടാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് പൊടിച്ച് വെച്ച പൊടിമാസിൻ്റെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഉള്ളി, വറുത്ത ഉള്ളി എല്ലായിടും ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് എടുത്താൽ മതി. ഉപ്പിട്ട് നമ്മൾ നേരത്തെ വേവിച്ച്, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി. നമുക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഉപ്പുണ്ട്, അത് മതി. ഇതുവരെ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള പൂരിയും പൊടിമാസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാലോ? നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.